ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗം നാളെ. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. കൊച്ചിൻ ക്യാൻസർ സെന്ററിന് നിർമ്മിച്ച പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, അമ്പലപ്പുഴ, ഹരിപ്പാട് നിയോജക മണ്ഡലങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗം നാളെ രാവിലെ 10 മുതൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും. 2ാം ഭാഗത്തിൽ തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, അസം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും യൂട്യൂബ് ചാനലിലും പരിപാടി ലഭ്യമാകും. 2 ദിവസത്തെ മലേഷ്യ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ത്യ മലേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത സന്ദർശനം ഊട്ടിയുറപ്പിച്ചു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും മലേഷ്യയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വ്യാപാര സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അർദ്ധചാലകങ്ങൾ, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണ സാധ്യതകൾ പരിശോധിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായി. മലേഷ്യൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യ വികസനം, പുനരുപയോഗ ഊർജ്ജം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം മലേഷ്യൻ കമ്പനികളെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ സംബന്ധിച്ച കോൺഗ്രസ് വിമർശനങ്ങളെ തള്ളി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കരാർ കൃഷിയെയും കർഷക താൽപര്യങ്ങളെയും പൂർണ്ണമായി സംരക്ഷിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇന്ത്യൻ കർഷകർക്ക് ദോഷകരമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ AI നിർമ്മിതമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. 2026 കരട് ആദായ നികുതി നിയമങ്ങളും ഫോമുകളും സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ കേന്ദ്ര സർക്കാർ അഭിപ്രായങ്ങൾ ക്ഷണിച്ചു. ഈ മാസം 22 വരെ ആദായ നികുതി വകുപ്പ് പോർട്ടലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ചെന്നൈയിലെയും മുംബൈയിലെയും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ 5 ദിവസത്തെ ഔദ്യോഗിക യാത്ര. കൊച്ചിൻ ക്യാൻസർ സെന്ററിന് നിർമ്മിച്ച പുതിയ കെട്ടിടം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ളവർ സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്. അർബുദ രോഗികൾക്ക് ഗുണമേന്മയുള്ള ആധുനിക ചികിത്സ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ 12.63 ഏക്കറിൽ 63 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള 9 നില കെട്ടിടമാണ് ക്യാൻസർ സെന്ററിനായി നിർമ്മിച്ചിരിക്കുന്നത്. സങ്കീർണ ശസ്ത്രക്രിയകൾക്കായി സജ്ജീകരിച്ച 12 ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്. ഇതിലൊന്ന് റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്കായി പ്രത്യേകം മാറ്റിവച്ചിട്ടുണ്ട്. ഗവേഷണ ആവശ്യങ്ങൾക്ക് മാത്രമായി 10,000 ചതുരശ്ര അടി സ്ഥലവുമുണ്ട്. കേരളത്തിൽ എഡ്ജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആദ്യത്തെ ആശുപത്രി കെട്ടിടമാണിത്. അർബുദ ചികിത്സാ ഗവേഷണ രംഗത്ത് പുതിയ മുന്നേറ്റമായിരിക്കും കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സിയാൽ എയ്റോ പാർക്ക് ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഏവിയേഷൻ മേഖലയിലെ അറ്റകുറ്റപ്പണികൾ, പരിശീലനം, സാങ്കേതിക സഹായ സേവനങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് പാർക്കിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്ഥിരതയും സുസ്ഥിര വികസനവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഷിംലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, അമ്പലപ്പുഴ, ഹരിപ്പാട് നിയോജക മണ്ഡലങ്ങളിൽ പരിഷ്കരണ നടപടികൾ പൂർത്തിയായി. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന്റെ 131-ാം പതിപ്പിന് തുടക്കമായി. മലങ്കര മാർത്തോമ സുറിയാനി സഭാധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ പമ്പ നദിയിലെ മാരാമൺ മണപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നടക്കുന്ന കൺവെൻഷൻ ഈ മാസം 15-ന് സമാപിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസിന്. ഫൈനലിൽ കേരളത്തെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. തുല്യശക്തികൾ കൊമ്പുകോർത്ത സന്തോഷ് ട്രോഫിയുടെ വാശിയേറിയ കലാശപ്പോരിൽ 109-ാം മിനിറ്റിലായിരുന്നു കേരളത്തിന്റെ കിരീടമോഹങ്ങളെ ചാമ്പലാക്കിയ ഗോൾ പിറന്നത്. സർവീസസിന്റെ സ്റ്റാർ സ്ട്രൈക്കർ അഭിഷേക് പവാർ പെനാൽറ്റി ബോക്സിൽ വീണ് കിട്ടിയ അവസരം മുതലാക്കി കേരളത്തിന്റെ വല ചലിപ്പിച്ചു. അസമിലെ ദാക്കുവാഖാന മൈതാനത്ത് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം പൊരുതി മുന്നേറിയ മത്സരത്തിൽ നേരിയ മുൻതൂക്കം കേരളത്തിന് തന്നെയായിരുന്നു. കളി തുടങ്ങിയ ആദ്യ 20 മിനിറ്റുകളിൽ മികച്ച ആക്രമണങ്ങളിലൂടെ സർവീസ് ഗോൾ മുഖത്ത് കേരളം വിറപ്പിച്ചെങ്കിലും ഗോൾ നേടാനാകാതെ പോയത് തിരിച്ചടിയായി. ഇരു കൂട്ടരും മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ലക്ഷ്യം നേടാൻ കഴിയാതെ വന്നതോടെ മത്സരം അധിക സമയത്തേക്ക് നീങ്ങുകയായിരുന്നു. അടിസ്ഥാന കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്ന കായിക സംസ്കാരം കേരളത്തിൽ വളർത്തിയെടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ജില്ലാതല വിവിധോദ്ദേശ സ്റ്റേഡിയം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടന്ന മത്സരങ്ങൾ ന്യൂസിലൻഡിനും ഇംഗ്ലണ്ടിനും ജയം. ന്യൂസിലൻഡ് അഫ്ഗാനിസ്ഥാനെയും ഇംഗ്ലണ്ട് നേപ്പാളിനെയും പരാജയപ്പെടുത്തി. 3-ാം മത്സരത്തിൽ ടോസ് നേടിയ അയർലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം ഈ മാസം 11-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. കിഫ്ബിയിലൂടെ 24.71 കോടി രൂപ ചെലവഴിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. നെയ്യാർ ജലസംഭരണി നിർമ്മാണത്തെ തുടർന്ന് തൊടുമല ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടുപോയ ആദിവാസി ഉന്നതികളിലെ 1000-ഓളം ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഇത് പരിഹാരമാകും. UK കിങ്സ് കോളേജുമായി പാർക്കിൻസൺസ് രോഗ ഗവേഷണത്തിൽ സഹകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചുള്ള 6ാമത് അന്താരാഷ്ട്ര വാർഷിക സിംപോസിയം 2026 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. ഡോക്ടർമാർക്കായി ഫെലോഷിപ്പ് പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ സ്വകാര്യ മേഖലയിൽ ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾക്ക് അഷുറൻസ് മാതൃകയിൽ രക്ഷാ കവചം എന്ന പേരിൽ സർക്കാർ പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 10-ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. പദ്ധതിയിൽ അംഗമാകുന്ന സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് അപകടമരണം സംഭവിച്ചാൽ 5 ലക്ഷം രൂപ ആശ്രിതർക്ക് ലഭിക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ആന്റണിയെ SIT ചോദ്യം ചെയ്യും. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തട്ടിപ്പ് കേസിൽ EDയും ആന്റണി MPയോട് വിശദീകരണം തേടിയേക്കും. തിരുവനന്തപുരം നഗരത്തിൽ ലൈസൻസ് നൽകിയിട്ടുള്ള സ്പാകളിൽ പരിശോധന ശക്തമാക്കുമെന്ന് മേയർ VV രാജേഷ് അറിയിച്ചു. അനധികൃത പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലർമാർ നാളെ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുമെന്നും മേയർ പറഞ്ഞു. ജമ്മു കശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നാളെ മുതൽ ഈ മാസം 11 വരെ കനത്ത മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തരാഖണ്ഡിന്റെ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ നാളെ വരെ ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പുതിയ ഭൌമ സാങ്കേതിക ഗവേഷണ പരിശോധനാ കേന്ദ്രം മന്ത്രി R ബിന്ദു നാളെ ഉദ്ഘാടനം ചെയ്യും. 17.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ മെൻസ് ഹോസ്റ്റൽ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിക്കും. തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31D ബാച്ചിലെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങ് മറ്റന്നാൾ കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിക്കും. ആലപ്പുഴ ജില്ലാതല കേരളോത്സവത്തിന് നാളെ തുടക്കമാകും. ഔദ്യോഗിക ഉദ്ഘാടനം വെള്ളിയാഴ്ച മന്ത്രി P പ്രസാദ് നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച 9-ാം പതിപ്പിന്റെ 2ാം ഭാഗം നാളെ. സീഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. കൊച്ചിൻ ക്യാൻസർ സെന്ററിന് നിർമ്മിച്ച പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, അമ്പലപ്പുഴ, ഹരിപ്പാട് നിയോജക മണ്ഡലങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.